ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇച്ചിരി അപ്പമാണ് ഇന്നിപ്പോൾ രാവിലെയാണ് കാട്ടിയത്. ഒരു കുട്ടി അപ്പം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് വെള്ളയപ്പ ചട്ടിക്കകത്തല്ല, ദോശ ചട്ടിക്കകത്ത് മൂടി വെച്ച് വേവിക്കാം. അപ്പം അതൊന്ന് വേവട്ടെ കേട്ടോ. എന്നിട്ട് വെന്ത് കഴിയുമ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഈ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. തലേദിവസം രാത്രി അരി വെള്ളത്തിലിടും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് അരി എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു പിടി ചോറ്, ഒരു ചെറിയ സ്പൂൺ ഈസ്റ്റ്, തേങ്ങ, ഇത്ര സാധനങ്ങളിട്ട് ഞാൻ അരച്ചെടുക്കും നന്നായിട്ട്. നല്ല വെണ്ണ പോലെ അരച്ച് അവിടെ വെക്കും. അത് ഏകദേശം ഒരു മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അപ്പം ഉണ്ടാക്കാം. വെള്ളയപ്പാണെങ്കിലും പാലപ്പാണെങ്കിലും എന്തിനാണെങ്കിലും ഒന്ന് തന്നെയാണല്ലോ. ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ അപ്പച്ചട്ടി, ആ ഇൻഡസ് വാലിയുടെ അപ്പച്ചട്ടിയാണ്. ഭയങ്കര വെയിറ്റാണ് അതിൻ്റെ അപ്പച്ചട്ടിക്ക്, പൊക്കാൻ തന്നെ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കത് കഴിയുന്നത് ഞാൻ ഇതിനകത്താണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ അതുകൊണ്ടാണ് ഇതെടുക്കുന്നത്. ഇപ്പം ഇത് വെന്തിട്ടുണ്ട്, ഞാൻ മറിച്ചിടുന്നില്ല കേട്ടോ. അടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കരുത് കേട്ടോ. അപ്പത്തിൻ്റെ മാവ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കരുത്. മുകളിൽ നിന്ന് ആ പത തന്നെ ഇങ്ങനെ എടുത്ത് വേണം ഒഴിക്കാനായിട്ട്. അല്ലെങ്കിൽ അത് പത അടഞ്ഞു പോയാൽ പിന്നെ കൊള്ളൂല, അപ്പം പൊങ്ങൂല. അതൊരു ചെറിയ ടിപ്പാണ്, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എങ്കിലും ഞാനൊന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. എടുത്തപ്പം കണ്ടോ, നിറച്ചോട്ടേക്കായിട്ട് ഞാൻ മുറിച്ച് കാണിച്ചു കേട്ടേ. അത് ഉണ്ടോ, നല്ല പഞ്ഞ് പോലത്തെ അപ്പമാണ്. തലേ ദിവസം ഒന്നും നമ്മൾ ആട്ടി വെക്കേണ്ട ഒരു കാര്യമില്ല. നേരത്തെ എഴുന്നേൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ 7 മണിക്ക് സുഖമായിട്ട് പൊങ്ങി ആ പാത്രം നിറഞ്ഞിരിക്കും. ഇപ്പം ഞാൻ ആട്ടി വെച്ച പാത്രം കണ്ടാ, കുഞ്ഞു പാത്രത്തിനകത്താണ്. കുഞ്ഞു പാത്രം കുഞ്ഞല്ല, പാത്രം വലുതാണ്. പക്ഷേ ഈ പാത്രം നിറഞ്ഞു വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകപ്പാടി ഇടുന്നൊരു 3/4 ഗ്ലാസ് അരിയാണ് ഇടുന്നത്. എന്നിട്ട് ഇതിനകത്ത് ഒരു 6 അപ്പം ഞാനിപ്പോൾ ചുട്ടെടുക്കും. ബാക്കിയുള്ളത് വട്ടയപ്പം ഉണ്ടാക്കും. ഒരു പഴവും കുറച്ച് കശുവണ്ടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കൂലേ നമ്മൾ, അതേപോലെ ഉണ്ടാക്കിയെടുക്കും. ഈ അപ്പം മാത്രം ഇട്ട് ഇവിടെ എനിക്കും തണുത്ത് പോയി കഴിഞ്ഞാൽ വലിയ താല്പര്യമല്ല കേട്ടോ. ഞാൻ ആരെയും പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്കതൊക്കെ വലിയ താല്പര്യക്കുറവുള്ള സംഭവങ്ങളാണ്. മൂന്നെണ്ണം കൂടെ ചുട്ടാൽ മതി. ഇനി അപ്പത്തിന് കടലക്കറിയാണ് വെക്കുന്നത്. കടല നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരുമിച്ച് കുറച്ച് വേവിച്ച് വെക്കുന്നു. അപ്പോൾ കടല ഇതിട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ സവാളയും പിന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. തീ കുറക്കട്ടെ കേട്ടോ. പൊടികളിട്ട് കൊടുക്കുന്നത് തീ കുറക്കണം. ഒരു നുള്ളു കുരുമുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഒരു നുള്ളു പെരുംജീരകത്തിൻ്റെ പൊടി. അപ്പത്തിനായതുകൊണ്ട് നമുക്ക് മധുരം എരിവ് കുറച്ച് മതിയല്ലോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇവിടെ സാധനങ്ങളിടുക. നന്നായിട്ട് ഇളക്കുക, കരിഞ്ഞു പോകരുത് കേട്ടോ. ഒരു വെള്ളം കൊടുക്കട്ടെ. പൊടികൾ കരിയാതെ കുറച്ച് വെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. അതിനകത്ത് കിടന്ന് ഒന്ന് ശരിയാവട്ടെ കേട്ടോ. അപ്പോൾ തീ നമുക്ക് കൂട്ടി കൊടുക്കാം. ഇത് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. വെച്ചാൽ കടല വേവിച്ച് വെച്ചിരിക്കുന്ന സമയത്ത് വിട്ടാണ് വേവിച്ചതെന്ന് തോന്നുന്നുണ്ട്. ഉപ്പിട്ടിട്ടില്ലേ
ഇനി നമുക്ക് ഈ കടലതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നീർന്നിതോടുകൂടി കടലയുടെ പരിപാടി വെക്കണം. അപ്പോൾ അതിന് അവിടെ കിടന്നൊന്ന് ശരിയാവട്ടെ. അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. സ്വല്പം മല്ലിയില ഇട്ട് കൊടുക്കണം. ചാറൊന്ന് നല്ലോണം വറ്റട്ടെ. ഇതിനകത്തേക്ക് ഈ കടലക്കറിക്കകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലി ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. എൻ്റെ പാത്രത്തിൽ നിന്ന് അങ്ങനെ തന്നെ പോലിടുന്നതല്ല. കഴുകി മല്ലിയിലയും വേപ്പിലയും കൊണ്ടുവരുമ്പോൾ തന്നെ കഴുകി അതെല്ലാം ഒരു തുണിക്കകത്ത് നിരത്തി അതിൽ വെള്ളമയമെല്ലാം കളഞ്ഞിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഇടും പാത്രത്തിനകത്ത്. എന്നിട്ട് ഉണക്കി വെക്കും. ഉണക്കിയല്ല, എന്നിട്ട് അങ്ങനെയാണ് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. മല്ലിയിലേക്ക് 2-3 ആഴ്ചയൊക്കെ ഇരിക്കും കേട്ടോ. അങ്ങനെ വരുമ്പോൾ വെള്ളത്തിൻ്റെ മയം പാടില്ല. താഴത്തും മുകളിലും ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുക. കടലക്കറിക്ക് കുറച്ചുകൂടി ചാറ് കട്ടട്ടെ. അപ്പോഴത്തേക്കൂടിയ ഞാൻ മറ്റേ അടുപ്പത്ത് ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിനുള്ള പരിപാടി തുടങ്ങാം കേട്ടോ. കാണിച്ചു തരാം. കടലയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടാണ്. ചാറ് വേണമെന്ന് വെച്ചിട്ടാണ് ചാറ് വെക്കാതിരുന്നത്. അപ്പോൾ അത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് ഈ അടുപ്പത്തേക്ക് വെക്കാം. കൈ കൊള്ളുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇതാ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് ആ വെള്ളം തിളച്ചു തുടങ്ങി. നന്നായി തിളച്ചു തുടങ്ങി വെള്ളം. അപ്പോഴേക്കും ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നെയ്യ് പുരട്ടിയൊരു പാത്രം. ഇതിൻ്റെ ഏകദേശം ഒരു മുക്കാലല്ല അര ഭാഗത്തോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ വീണ്ടും കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. തേങ്ങ, ഏലക്കായ പൊടിച്ചത്, പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഒരു ഏത്തപ്പഴം, കശുവണ്ടി, കിസ്മിസ്, ഇത്ര സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാൻ പോകണേ. അത്രയും മതി. അതിൽ കൂടെ വേറെ പൊങ്ങി പോകുന്നല്ലാണ്ട് അടുത്തത് വേറൊരു സ്റ്റെപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതവിടെ നിന്ന് വേവട്ടെ. ഒരു 10-25 മിനിറ്റ് വേവേണ്ടി വരുമായിരിക്കും ചിലപ്പോൾ. രാവിലെ ഞാൻ വട്ടയപ്പം ഉണ്ടാക്കിയില്ലേ, ആ വട്ടയപ്പം എന്താ ശരിയായി കഴിഞ്ഞു. ഞാനത് പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ഇത് മറിച്ച് കാണിക്കാം കേട്ടോ. പൊട്ടിപ്പോകും ചിലപ്പോൾ എടുക്കുമ്പോൾ. അതുകൊണ്ട് വട്ടയപ്പം ഓഫ് ആവാത്തത്